ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നോക്കിയിരുന്നു. ഡിഫറെൻറ്റ് ബാൻഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ. അതായത് ലൈക്ക് റേഡിയോ വേവ്സ്, മൈക്രോവേവ്, ദെൻ കംസ് ഓൾ സോർട്ട് ഓഫ് അതർ ബാൻഡ്സ് ഇൻ ദി increasing order of frequency, or you can say decreasing order of wavelength. സോ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റേഡിയോ ആൻഡ് മൈക്രോവേവ് ബാൻഡാണ്. ഓക്കെ, radio band confines the amplitude modulated signals, frequency modulated signals, and phase modulated signals. And microwave will have mobile communication signals like in gigahertz. Okay, നമ്മൾ മോഡുലേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ മോഡുലേഷൻ ഈസ് ലൈക്ക് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ there are basically two types of modulation that we receive through a radio, that is FM and AM. ഇനി എന്താണ് ശരിക്കും മോഡുലേഷൻ? സോ മോഡുലേഷൻ ഈസ് ലൈക്ക്, നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു കുതിരപ്പുറത്ത് കയറിപ്പോകുന്ന ഒരു മനുഷ്യൻ. ഓക്കെ, സോ മനുഷ്യൻ സ്വമേധയാ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സോ സ്വമേധയാ മനുഷ്യൻ ഒറ്റയ്ക്ക് കുതിരയൊന്നും ഇല്ലാതെ നടക്കുകയാണെങ്കിൽ ഹി വിൽ ടേക്ക് ലോങ് ടൈം. നോട്ട് ഓൺലി ദാറ്റ്, അവിടെ ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റി ഉണ്ട് മനുഷ്യൻ അല്ലേ. സോ ഹി വിൽ വാക്ക് ആൻഡ് വാക്ക്, ബട്ട് പിന്നെ പെട്ടെന്ന് ടയർഡാവും, അല്ലെങ്കിൽ അവിടെ എത്തിയെന്ന് വരില്ല. സോ ഡെസ്റ്റിനേഷനിൽ റീച്ച് ആയെന്ന് വരില്ല. പക്ഷേ ഇദ്ദേഹം ഒരു കുതിരപ്പുറത്ത് കയറി പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും ചെയ്യും, പിന്നെ മാത്രമല്ല ആ ഡെസ്റ്റിനേഷൻ റീച്ച് ആവുകയും ചെയ്യും. സോ ദിസ് ഈസ് മോർ എഫിഷ്യൻറ്റ് വേ ഓഫ് ടേക്കിംഗ് ദ ഹ്യൂമൻ ബീങ് ടു എ ഡെസ്റ്റിനേഷൻ, ടു എ സ്പെസിഫിക് ഡെസ്റ്റിനേഷൻ. മോഡുലേഷനും അതേപോലെ തന്നെയാണ്. അതായത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ പുറത്ത് നമ്മുടെ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ ഓഡിയോ സിഗ്നലിനെ കയറ്റി വിടുന്നതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ, RF സിഗ്നൽ. ഈ RF സിഗ്നലിൻ്റെ പുറത്ത് ഓഡിയോ ഫ്രീക്വൻസി, അതായത് AF സിഗ്നലിനെ കയറ്റി വിടുക. സോ അതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് കുഡ് റീച്ച് എ ഹ്യൂജ് ഡിസ്റ്റൻസ്. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ FM മഞ്ചേരി, ഓക്കെ, 102.7 മെഗാ ഹെർട്സിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ മഞ്ചേരി FM. അവിടെ ആ മഞ്ചേരി FM നമുക്ക് കോഴിക്കോട് മുക്കത്ത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ് അങ്ങനെ എത്തുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്റ്റുഡിയോൻ്റെ അകത്ത് സംസാരിക്കുന്ന ഓഡിയോ ഫ്രീക്വൻസി, അത് 20 to 20 kHz, 20 Hz to 20 kHz ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ, അത് കോഴിക്കോടും കഴിഞ്ഞ് മുക്കത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺഇമാജിനബിൾ. ഓക്കെ, ഇഫ് ദർ ഇസ് നോ മോഡുലേഷൻ. കാരണം വെച്ചാൽ ഈ സ്റ്റുഡിയോൻ്റെ പുറത്ത് പോലും ശബ്ദം കേൾക്കില്ല, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കില്ല. സോ ആ ഒരു സിഗ്നലിനെ ഇത്രയും സം 50-60 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് മോഡുലേഷൻ. ഓക്കെ, ഒന്നത്. രണ്ടാമത്, നമ്മൾ വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് നോയ്സ്. മോഡുലേഷൻ ഹെൽപ്സ് ടു റെഡ്യൂസ് നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ള സിഗ്നലിൽ നിന്നുള്ള ഇൻറ്റർഫറൻസസ് അല്ലെങ്കിൽ ഇടപെടലുകൾ. അതായത് നമ്മൾ വൺസ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എയറിലേക്കാണ് പോകുന്നത്. സോ ഈ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് സിഗ്നൽസ് ഉണ്ട്, ലൈക്ക് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഒരുപാടുണ്ട് ഈ അറ്റ്മോസ്ഫിയറിൽ. സോ അതിൻ്റെയൊക്കെ ഇൻറ്റർഫറൻസസ് എന്തിലുണ്ടാവും? നമ്മൾ അയക്കുന്ന സിഗ്നലുണ്ടാവും. അത് ബെയർ ഓഡിയോ സിഗ്നലാണെങ്കിൽ ഒരു ക്ലാസ്സിൽ എല്ലാവരും ബഹളം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതായത് നമുക്കൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതിനാണ് അറ്റ്മോസ്ഫിയറിൽ നമ്മളൊരു സിഗ്നലിൻ്റെ അവസ്ഥയിൽ. സോ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി അസൈൻ ചെയ്തിട്ട് അതിലേക്ക് ഈ ഓഡിയോ ഫ്രീക്വൻസിനെ കയറ്റി വിട്ടാൽ തിരിച്ച് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം ട്യൂൺ ചെയ്താൽ മതി. കാരണം എന്താ? അതിൻ്റെ പുറത്ത് ഓഡിയോ സിഗ്നൽ ഉണ്ട്. ക്ലിയർ? സോ ദാറ്റ്സ് വൈ വി മോഡുലേറ്റ് സിഗ്നൽ ആൻഡ് ട്രാൻസ്മിറ്റ്. ഓക്കെ, സോ മോഡുലേഷൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം, it could take the audio signal, okay, it could take the audio signal to long distance and with huge clarity.
ടു ടേക്ക് ദ ഓഡിയോ സിഗ്നൽ ലോങ് ഡിസ്റ്റൻസ് വിച്ച് ഹ്യൂജ് ക്ലാരിറ്റി. അതാണ് മെയിനായിട്ട് മോഡുലേഷൻ്റെ പർപ്പസ്. ക്ലിയർ? ഇനി സയൻറ്റിഫിക്കലി ടെക്നിക്കലി എന്തിനാണ് മോഡുലേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് തിങ് ഈസ്, ഈ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലും ഈ ആൻറ്റിനയുടെ ഹൈറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദി ഹൈറ്റ് ഈസ് ദി അപ്രോക്സിമേറ്റ്ലി ക്വാർട്ടർ ഓഫ് ദി വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിൻ്റെ ക്വാർട്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ക്വാർട്ടർ ദി സൈസ് ഹൈറ്റ് ആയിരിക്കണം ആൻറ്റിനയുടെ ഹൈറ്റ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസീസ് ആർ ഇൻ കിലോ ഹേർട്സ് ആൻഡ് മെഗാ ഹേർട്സ്. സോ അതിൻ്റെ ക്വാർട്ടർ ഓഫ് ദി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ദി ആൻറ്റിന ഹൈറ്റ് കുഡ് റീച്ച് ഹ്യൂജ് മെഷർമെൻറ്റ്സ്. വളരെ വലിയ ഹൈറ്റുള്ള ആൻറ്റിനയൊക്കെ നമ്മൾ വെക്കേണ്ടി വരും. ഓക്കെ, അത് റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനോ. പക്ഷേ മോഡുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആൻറ്റിനയുടെ ഹൈറ്റ് വളരെയധികം കുറയ്ക്കാൻ കഴിയും. സോ അങ്ങനെയാണ് നമ്മളിന്ന് വീട്ടിലുള്ള പഴയ നിങ്ങളുടെ ആ ഒരു പിന്നെ ഇല്ലികളൊക്കെ ഉള്ള ആൻറ്റിന നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, യാഗി ഉഡ ആൻറ്റിന എന്നാണ് അതിന് പറയാം. സോ ആ ആൻറ്റിനയൊക്കെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അതിനൊന്നും വലിയ ഹൈറ്റ് ഇല്ല, ബട്ട് ടി വി സിഗ്നൽസ് ഒക്കെ റിസീവ് ചെയ്തിരുന്നു. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി മോഡുലേഷൻ. സോ മോഡുലേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആൻറ്റിനയുടെ ഹൈറ്റ്, സേ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് ഡയറക്റ്റ് ഓഡിയോ സിഗ്നൽ, സേ 20 kHz ഡയറക്റ്റ് ഓഡിയോ സിഗ്നൽ ആണെങ്കിൽ ആൻറ്റിനയുടെ ഹൈറ്റ് എന്ന് ആലോചിച്ച് നോക്കിയാൽ 1.5 കിലോമീറ്റർ. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഇതൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതായത് ഓഡിയോ സിഗ്നൽ, നമ്മൾ സാധാരണ വോയിസ് സിഗ്നൽ മോഡുലേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇമാജിൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിസീവ് ചെയ്യണമെങ്കിൽ 1500 മീറ്റർ ഹൈറ്റുള്ള ഒരു ആൻറ്റിന നമ്മൾ പ്ലേസ് ചെയ്യണം. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 1000 അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ഹൈറ്റുള്ള ഒരു പോളിൽ നമ്മൾ ആൻറ്റിന ഫിക്സ് ചെയ്യുക. ഇറ്റ്സ് ഇമാജിനബിൾ. ഐ മീൻ ഇറ്റ്സ് ബിയോണ്ട് ഇമാജിനബിൾ. ഓക്കെ, പക്ഷെ മോഡുലേഷൻ ആണെങ്കിൽ വെൻ ദ സിഗ്നൽ ഈസ് മോഡുലേറ്റഡ്, ഒരു 200 മെഗാ ഹേർട്സ് റേഡിയോ ഫ്രീക്വൻസി കൊണ്ട് സിഗ്നൽ മോഡുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ മേലെ ഈ പറഞ്ഞ 20 kHz സിഗ്നൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ദി ഹൈറ്റ് കുഡ് ബി 1.5 മീറ്റേഴ്സ്. അതായത് 1.5 മീറ്ററായിട്ട് കുറയും. ഇതൊരു അനലോഗി. ഈവൻ ദിസ് 1.5 മീറ്റർ ഈസ് ലൈക്ക് ഇറ്റ്സ് ഓക്കെ. 1.5 മീറ്റർ ഹൈറ്റുള്ള ആൻറ്റിന ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. സോ വീടിൻ്റെ മേലെ 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു പോളിൽ ആൻറ്റിന നമ്മൾ പിടിപ്പിക്കുന്നു. സോ ദിസ് ഈസ് എ ഫസ്റ്റ് application of modulation. So you can reduce the height of the antenna to a considerable height. ലൈക്ക് വളരെ കുറഞ്ഞ ഹൈറ്റിലേക്ക് നമുക്ക് ആൻറ്റിനയുടെ ഹൈറ്റ് കൊണ്ടുവരാൻ കഴിയുന്നത് ഈ മോഡുലേഷൻ ഉള്ളതുകൊണ്ടാണ്. നെക്സ്റ്റ് തിങ് ഈസ്, നേരത്തെ പറഞ്ഞ പോലെ നോയ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. മോഡുലേഷൻ ഉണ്ടെങ്കിൽ പർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം ട്യൂൺ ചെയ്താൽ മതി, നമുക്ക് ഓഡിയോ സിഗ്നൽ തിരിച്ചു പിടിക്കാൻ കഴിയും. അതേപോലെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, അതും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. വിത്തൗട്ട് ഇൻ്റർഫറൻസസ്, അതായത് വേറെ ശല്യങ്ങളൊന്നുമില്ലാതെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. ദെൻ ടു അവോയ്ഡ് മൾട്ടിപ്ലക്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മൾട്ടിപ്ലക്സേഴ്സ് കണ്ടിരുന്നു അല്ലേ, ഒരു ചാനലിലൂടെ കുറേ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ദാറ്റ്സ് മൾട്ടിപ്ലക്സിങ്. സോ യു ആക്ച്വലി ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് സിഗ്നൽസ് ആൻഡ് പുട്ട് ഇൻ വൺ ബാൻഡ്. കാരണം എന്താ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇൻ്റർഫറൻസസ് ഉണ്ടാവില്ല. സോ മോഡുലേഷൻ, വിത്ത് ഹെൽപ്പ് ഓഫ് മോഡുലേഷൻ യു ക്യാൻ ഡു ദാറ്റ്. മോഡുലേഷൻ ഇല്ലെങ്കിലൊന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ക്ലാസ്സിൽ ഉള്ള ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാളിൽ ഉള്ളൊരു ബഹളം, ആ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദെൻ ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ, അത് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ലൈക്ക് മഞ്ചേരിയിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ വളരെ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഇവിടെ റിസീവ് ചെയ്യാൻ കഴിയും. സോ ദാറ്റ് ഈസ് ഹ്യൂജ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തത്. സോ അത്രയ്ക്കും ക്ലിയർ ആയിട്ട് നമുക്കിവിടെ റിസീവ് ചെയ്യാൻ കഴിയും. സോ these are the need for, so this is why we need modulation. ഓക്കെ, ഇനി ഫസ്റ്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്, ദാറ്റ് ഇസ് AM മോഡുലേഷൻ. സോ AM മോഡുലേഷൻ എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. സോ അതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ. സി, ഓക്കെ, ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് AM. അതായത് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, മോഡുലേറ്റിംഗ് സിഗ്നൽ. ആൻഡ് ദിസ് ഈസ് ദി കാരിയർ. ഇവനാണ് ക്യാരി ചെയ്യുന്ന ആൾ. ഇവനാണ് നമ്മുടെ ഇപ്പോൾ കുതിരയുടെയും മനുഷ്യൻ്റെയും പിന്നെ ഒരു അനലോഗി എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഇമാജിൻ ദിസ് ആസ് ദി ഹോഴ്സ് ആൻഡ് ദിസ് ആസ് ദി മാൻ. അപ്പോൾ ഈ ഒരു ഓഡിയോ സിഗ്നൽ
will travel on this high frequency signal അല്ലെങ്കിൽ carrier wave. ഓക്കെ, അതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ തേർഡ് ഫിഗറിൽ ക്ലിയർ ആണ്. ദിസ് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. സി, ദിസ് ഈസ് എ മെസ്സേജ് സിഗ്നൽ, നമ്മൾ ഓഡിയോ സിഗ്നൽ. ദിസ് ഈസ് എ കരിയർ സിഗ്നൽ, ദിസ് ഈസ് എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. ഈ ഓഡിയോ സിഗ്നൽ ഈ കരിയറിന് പുറത്തു കൂടെ യാത്ര ചെയ്യാം. ഓക്കെ, സോ ദിസ് കരിയർ ഈസ് ടേക്കിംഗ് ദിസ് ഓഡിയോ സിഗ്നൽ ടു എ ലോങ് ഡിസ്റ്റൻസ്. സോ ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ യു ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ സിഗ്നലും കരിയർ സിഗ്നലും നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോ ഫ്രീക്വൻസി ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലും ഹൈ ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസി സിഗ്നലും തമ്മിൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റിട്ടേൺ ഹിയർ ദാറ്റ്സ് AM പ്ലസ് AC. സോ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ബാൻഡ് കിട്ടും. ഒന്ന് അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും. അതായത് റെഫറൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഉള്ള അതേ എൻവലപ്പ് തന്നെ ആയിരിക്കും താഴെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം. അത് സർക്യൂട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അതായത് നമുക്ക് രണ്ട് സൈഡ് ബാൻഡ്സാണ് കിട്ടുക, മേലെയും താഴെയും. ഓക്കെ, സോ ദിസ് എൻവലപ്പ് ഈസ് അവർ ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊന്ന് വളരെ ക്ലിയർ ആണ്. ലൈക്ക് നമ്മുടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് ക്യാരിയിങ് ദിസ് ഓഡിയോ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ. ക്ലിയർ? സോ ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. സോ ദി ആംപ്ലിറ്റ്യൂഡ് ഈസ് മോഡുലേറ്റഡ്. എന്തിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് മോഡുലേറ്റ് ചെയ്യുന്നത്? കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. സോ മോഡുലേഷൻ ഈസ് എ ചേഞ്ച്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്ന് അർത്ഥം വയ്ക്കുന്നത്. സോ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? നോട്ട് ഈ മെസ്സേജ് സിഗ്നലിനൊന്നും സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള കരിയർ, സെയിം ആംപ്ലിറ്റ്യൂഡുള്ള കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ് ചേഞ്ച് ആവുന്നത്. സോ അതാണ് ഡെഫിനിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കരിയർ സിഗ്നൽ വിൽ വേരി ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ. ക്ലിയർ? സോ ദിസ് ഈസ് AM അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ക്യാൻ ടേക്ക് ഐദർ ദിസ് ഓർ ദിസ്. നമ്മളതിനെ തിരിച്ചെടുക്കുമ്പോൾ ഇതും സെയിമാണ്, ഫേസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. രണ്ടിൻ്റെയും ഇൻഫർമേഷൻ സെയിമാണ്. അതാണ് AMൻ്റെ വേറെ പ്രത്യേകത. നിങ്ങൾ രണ്ടും എടുക്കണമെന്നില്ല, രണ്ടും റിസീവ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ രണ്ടും ട്യൂൺ ചെയ്യണമെന്നില്ല. അത് ഡിമോഡുലേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. യു ക്യാൻ ടേക്ക് ഐദർ ദിസ് എൻവലപ്പ് ഓർ ദിസ് എൻവലപ്പ്. ബോത്ത് ഇൻഫർമേഷൻ ആർ സെയിം, ഓൺലി 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ഓക്കെ, ഇനി ലൈക്ക് ഡിഫറെൻറ്റ് മോഡുലേഷൻ ഇൻഡെക്സസ് ഉണ്ട്. ലൈക്ക് എത്ര ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡെപ്തിൽ മോഡുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അതായത് നമ്മൾ മോഡുലേഷൻ സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ ലൈക്ക് ഈ RF സിഗ്നൽ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ കരിയർ സിഗ്നൽ എത്രത്തോളം പെർസെൻറ്റേജിൽ നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മോഡുലേഷൻ ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് 50% മോഡുലേഷൻ, നമുക്കൊരു ഫുള്ളി മോഡുലേഷൻ അല്ല അവിടെ കിട്ടുന്നത്. ലൈക്ക് പിന്നെ ഈ പറഞ്ഞ മെസ്സേജ് സിഗ്നലിൻ്റെ ലൈക്ക് വി ഹാവ് എനർജി ലോസ് ഹിയർ. സി, ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് 50% മാത്രമേ മോഡുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് 100% മോഡുലേഷൻ, അതായത് പെർഫെക്റ്റ് മോഡുലേഷൻ ആണെങ്കിൽ സി ദി മെസ്സേജ് സിഗ്നൽ ഈസ് കംപ്ലീറ്റ്ലി കൺവേഡ്. നമുക്ക് അതിൻ്റെ ട്രഫിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്രസ്റ്റിൽ വി ആർ നോട്ട് ലൂസിങ് എനി അൺവാണ്ടഡ് പവർ. ഇവിടെ കണ്ടോ, ഇവിടെ ശരിക്കും 0 ആണ്. ഇറ്റ് ഷുഡ് കം ടു 0. പക്ഷേ ഇവിടെ സ്റ്റിൽ ദർ ഇസ് എൻ RF ഫ്രീക്വൻസി. സോ 100% ഇവിടെ മോഡുലേഷൻ നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. 100% സിഗ്നൽ നടന്നിരുന്നെങ്കിൽ സി ദ ആംപ്ലിറ്റ്യൂഡ് ഇത്രയേ ഉള്ളൂ നമുക്ക്, പിന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ്. പക്ഷേ ഇവിടെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് ഈസ് വെരി വെൽ ഡിഫൈൻഡ്. സോ ദിസ് ഈസ് 100% മോഡുലേഷൻ. ആൻഡ് ദിസ് ഈസ് 150. ഇതിനാണ് നമ്മൾ ഓവർ മോഡുലേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഇൻഫർമേഷൻ മിസ്സായി പോകും. എന്നാലോചിച്ച് നോക്കിയാൽ ഈ എൻവലപ്പ് ഇതുമായിട്ട് പിന്നെ എന്താ പറയുക കപ്പിൾ ചെയ്തിരിക്കുകയാണ്, താഴത്തെ എൻവലപ്പുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഈ പറഞ്ഞ എൻവലപ്പാണല്ലോ നമ്മൾ ഡീകോഡ് ചെയ്യുക. സോ എന്താ നടുവിലത്തെ ഇൻഫർമേഷൻ നമുക്ക് മിസ്സായി പോകും. ഓക്കെ, ക്ലിയർ? സോ ഈ ഒരു പ്രോസസ്സിന് 50% മോഡുലേഷൻ അണ്ടർ മോഡുലേഷൻ എന്ന് പറയും, 150% മോഡുലേഷന് നമ്മൾ ഓവർ മോഡുലേഷൻ എന്ന് പറയും. ഓക്കെ, ആൻഡ് ദിസ് envelope and this is a perfect modulation, like
100% modulation is the perfect modulation. Clear? So ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് മോഡുലേഷൻ എന്നുള്ളതാണ് ഈ ഒരു പിന്നെ സെക്ഷനിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ, സോ യു ഹാവ് ദി ഫ്രീക്വൻസി ഇൻ എക്സ് ആക്സിസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഇൻ വൈ ആക്സിസ്. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ ഫ്രീക്വൻസി സ്പെക്ട്രം അല്ലെങ്കിൽ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇറ്റ് ഹാസ് ടു ബാൻഡ്സ്, അപ്പർ സൈഡ് ബാൻഡ് ആൻഡ് ലോവർ സൈഡ് ബാൻഡ് അല്ലേ. ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെയും താഴെയും. സോ ദിസ് ലോവർ സൈഡ് ബാൻഡ് കുഡ് ബി ഇൻഡിക്കേറ്റഡ് ആസ് എഫ് സി മൈനസ് എഫ് എം, അല്ലെങ്കിൽ യു ക്യാൻ സേ എ സി മൈനസ് എ എം. നമ്മൾ നേരത്തെ അതേ പിന്നെ ടെർമിനോളജി എടുക്കുകയാണെങ്കിൽ, അതായത് കരിയർ ഫ്രീക്വൻസി മൈനസ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ് ലോവർ സൈഡ് ബാൻഡ്. ആൻഡ് അപ്പർ സൈഡ് ബാൻഡ് ഈസ് കരിയർ ഫ്രീക്വൻസി പ്ലസ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, അതാണ് അപ്പർ സൈഡ് ബാൻഡ്. ആൻഡ് ദ കരിയർ സ്റ്റാൻഡ്സ് ഇൻ ദി മിഡിൽ. സോ ഇതാണ് കരിയറിൻ്റെ ഫ്രീക്വൻസി. സോ ഇതൊരു ഫ്രീക്വൻസി സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ, ലൈക്ക് നമ്മൾ ഏതാണ് ഡൊമിനൻ്റ് ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസീസാണ് ഈ സ്പെക്ട്രത്തിൽ കാണുക. ശരി, നമ്മൾ ടൈം സ്പെക്ട്രം കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ സി ആർ ഒയിലൊക്കെ ഈ സിഗ്നൽ ഇങ്ങനെ ടൈമിനനുസരിച്ചാണ്, എക്സ് ആക്സിസിൽ ടൈമാണ്. ഓക്കെ, ഈ ടൈമിന് പകരം അതിനാണ് നമ്മൾ ടൈം ഡൊമൈൻ സിഗ്നൽ എന്ന് പറയും. ഇനി നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നൽ ആണെങ്കിൽ ഈ പറയുന്ന സിഗ്നലിനുള്ളിലെ ഫ്രീക്വൻസികളൊക്കെ പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എടുക്കുക, അതിൽ എത്ര ഫ്രീക്വൻസി ഉണ്ട്? 2 ഫ്രീക്വൻസി ഉള്ളത് അല്ലേ. അതായത് ഒന്ന് കരിയറിൻ്റെ ഫ്രീക്വൻസിയും പിന്നെ ഒന്ന് റേഡിയോ ഫ്രീക്വൻസിയും, ആർ എഫിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇത് രണ്ടുമാണുള്ളത്. പക്ഷേ ഈ ആർ എഫിൻ്റെ ഫ്രീക്വൻസിയും കരിയറിൻ്റെ ഫ്രീക്വൻസിയും ആഡഡ് ആണ്, അല്ലെങ്കിൽ സബ്ട്രാക്റ്റഡ് ആണ്. എൻ്റെ സബ്ട്രാക്റ്റഡ് ബിലോ ദ റെഫറൻസ് ഈസ് നെഗറ്റീവ് ആൻഡ് എബോവ് ദ റെഫറൻസ് ഈസ് പോസിറ്റീവ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എഫ് സി മൈനസ് എഫ് എം ആൻഡ് എഫ് സി പ്ലസ് എഫ് എം. ആൻഡ് കരിയർ ഫ്രീക്വൻസി ഒരു സിംഗിൾ ഫ്രീക്വൻസി ആയിരിക്കും. നമ്മൾ നേരത്തെ ആ ഫിഗർ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ, സി ദിസ് കരിയർ ഫ്രീക്വൻസി ഈസ് എ സിംഗിൾ ഫ്രീക്വൻസി. അതാണ് അതിൻ്റെ മിഡിലിൽ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് എഫ് സി കരിയർ ഫ്രീക്വൻസി. സോ ഓർക്കുക, ഇതൊരു ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഗ്രാഫാണ്, ടൈം ഡൊമൈൻ അല്ല. സോ യു ഹാവ് 3 frequencies available. So one is a negative frequency, that is FC minus FM, and a positive frequency FC plus FM, and the carrier frequency FC. So ഇതാണ് ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി എങ്ങനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ നമ്മൾ പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇങ്ങനെ നടത്തുന്നത്? സോ ഹൗ ടു മേക്ക് എ സിഗ്നൽ. സോ നമ്മൾ നേരത്തെ കണ്ട ആ ഫിഗർ തന്നെ വളരെ ക്ലിയർ ആണ്. യു മിക്സ് 2 സിഗ്നൽസ് ലൈക്ക് റേഡിയോ ഫ്രീക്വൻസി ആൻഡ് ഓഡിയോ ഫ്രീക്വൻസി ആൻഡ് ദെൻ ട്രാൻസ്മിറ്റ്. ഇതാണ് സിംപ്ലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. സോ യു ആക്ച്വലി ആർ ആഡിങ് 2 സിഗ്നൽസ്. ഓക്കെ, ആക്ച്വലി മിക്സിങ് 2 സിഗ്നൽസ്. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് വിൽ ബി ദ മിക്സിംഗ് ഓഫ് 2 സിഗ്നൽസ്. അതായത് എം ടി എന്ന് പറയുന്ന സിഗ്നലും സി ടി എന്ന് പറഞ്ഞ കരിയർ സിഗ്നലും. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ യു ആഡ് ദി ഓഡിയോ ഫ്രീക്വൻസി, നമ്മുടെ ഒറിജിനൽ സിഗ്നലും നമ്മുടെ കരിയർ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആഡ് ചെയ്ത് കിട്ടി തന്നെ നമ്മൾ യു ടി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യും, യു ഓഫ് ടി. സോ യു ഓഫ് ടി എന്ന് വെച്ചാൽ അപ്പോൺ ടൈം യു ഹാവ് ദ സിഗ്നൽ വേരിയേഷൻ. ഓക്കെ, സോ ഓൺ ദി ബേസിസ് ഓഫ് ടൈം ആണ് ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്നത്. സോ എം ഓഫ് ടി plus C of t will give you U of t. Okay, so this is combined signal here. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലാണ് ഇവിടെ കിട്ടുന്നത്. അതിന് നമ്മൾ ഒരു ആക്റ്റീവ് ഡിവൈസിലേക്ക് നമ്മൾ പിന്നെ കടത്തി വിടും. സോ ദിസ് ആക്റ്റീവ് ഡിവൈസ് കുഡ് ബി എ ട്രാൻസിസ്റ്റർ, okay, which acts like a switch, right? So this active device is a transistor. നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ട് ലബോറട്ടറിയിൽ നമ്മൾ കാണും. So that's why you just learn the theory here. Okay, lab experimental നമ്മളത് construct ചെയ്യും. So we use a transistor as an active device which acts as a switch so that it switches the amplitude. Okay, ഈ കരിയറിൻ്റെ പാർട്ടിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ലൈക്ക് ആക്റ്റീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. So first stage is a mixer, second stage is a active device which acts as a switch, and from that you will get a signal as V of t. Okay, so ഈ ആക്റ്റീവ് ഡിവൈസ് ട്രാൻസിസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് V of t എന്ന് പറഞ്ഞ സിഗ്നൽ കിട്ടും. അതിനെ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ
ലൂടെ കടത്തിവിടും. സോ എന്താണ് ബാൻഡ് പാസ് ഫിൽറ്റർ? ലൈക്ക് ഫ്രീക്വൻസി, അതായത് കരിയർ ഫ്രീക്വൻസിയുടെ എന്താണ് കരിയർ ഫ്രീക്വൻസി, അതിൻ്റെ ഫ്രീക്വൻസിയിലുള്ള ബാൻഡ് പാസ് ഫിൽറ്ററിലൂടെ കടത്തിവിടും. ബിക്കോസ് നമ്മൾ അതിൻ്റെ അപ്പുറത്തിപ്പുറത്തുള്ള ലൈക്ക് ഇവിടെ എന്തെങ്കിലും നോയ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും നോയ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു കരിയറിൽ ഉള്ള ഫ്രീക്വൻസി മാത്രം ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി, അത് മാത്രം എടുത്ത് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ തന്നെ നോയ്സോട് കൂടി ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ നമുക്ക് നോയ്സിനെ കുറയ്ക്കാം. സോ നോയ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഫിൽറ്റർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അരിച്ചെടുക്കാനാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ബാൻഡ്, ആ പെർട്ടിക്കുലർ ബാൻഡ് എന്താ, കരിയർ ഫ്രീക്വൻസിയുടെ ബാൻഡാണ് പെർട്ടിക്കുലർ ബാൻഡ്. സോ അത് മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. സോ യു ഗെറ്റ് റിഡ് ഓഫ് എനി അതർ ഫ്രീക്വൻസീസ് കമ്മിങ് ഇൻ ടു ദി പിക്ചർ. അതിനൊക്കെ ഇവിടെ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. സോ യൂസ് എ ബാൻഡ് പാസ് ഫിൽറ്റർ ഓഫ് ദി സെയിം ഫ്രീക്വൻസി ഓഫ് ദി കരിയർ ഫ്രീക്വൻസി. അതായത് ഇവിടെ CFT എന്താണ് യൂസ് ചെയ്തത്, അതേ കരിയർ ഫ്രീക്വൻസിയിലുള്ള ബാൻഡ് പാസ് ഫിൽറ്ററോട് യൂസ് ചെയ്യും. അതിനുശേഷം you will get an AM waveform and then you transmit. So you call that signal as SAM of t. Okay, so here you will get AM waveform and you can denote it as signal, AM signal, that is SAM of t, and then you will put an antenna here and transmit. So ഇതാണ് AM modulation തിയററ്റിക്കൽ പാർട്ട്, അല്ലെങ്കിൽ AM modulation പോസിബിൾ ആക്കുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം, അല്ലെങ്കിൽ ദിസ് ഈസ് ഹൗ AM modulation is possible. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ AM modulation ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് അഗൈൻ യു ഹാവ് എ മിക്സർ, then you have an active device to switch the AM, switch the amplitude of the carrier with respect to the AM, with respect to the amplitude frequency, and then you use a filter to take only the carrier part. ബാക്കിയുള്ള ഫ്രീക്വൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യും. Then you will get the AM signal as SAM of t, then you put an antenna here and transmit. So this is how AM generation is done. Okay, ഇനി അതിനെ നമ്മൾ ഡീകോഡ് ചെയ്യണം അല്ലേ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിനെ. അതായത് ഇത് ഒരു റേഡിയോ സ്റ്റേഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് പിന്നെ ഒരു ലൈക്ക് ആകാശവാണിയോ അല്ലെങ്കിൽ അവിടെ അതേപോലെ ഒരു സ്റ്റേഷനാണെന്ന് വിചാരിക്കുക, വിച്ച് വിൽ ട്രാൻസ്മിറ്റ്. ഓക്കെ, ഇനി റിസീവർ എൻഡിലോ, നമ്മുടെ വീടുകളിലെ റേഡിയോയിലോ AM സിഗ്നൽ ഇങ്ങനെയാണ് റിസീവ് ചെയ്യുക. അതായത് ലൈക്ക് ദിസ് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ, ഇതാണ് നമ്മൾ ആൻറ്റിന റിസീവ് ചെയ്യുക. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡയോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ റിസീവ് ചെയ്യും. സോ ദിസ് സർക്യൂട്ട് ഈസ് നോൺ ആസ് എൻവലപ്പ് ഡിറ്റക്ടർ. ഈ സർക്യൂട്ടിനെ നമ്മൾ എൻവലപ്പ് ഡിറ്റക്ടർ എന്നാണ് പറയുന്നത്. സോ യു ഹാവ് എ ട്യൂണിങ് സർക്യൂട്ട്. ഇവിടെ ഒരു ട്യൂണിങ് സർക്യൂട്ട് ഉണ്ടാവും ഇനീഷ്യലി. എന്തിനാണ് ട്യൂണിങ് സർക്യൂട്ട്? ബിക്കോസ് യു നീഡ് ടു ട്യൂൺ ടു ദിസ് റേഡിയോ ഫ്രീക്വൻസി വേവ് ഫോം. ഈ ഒരു ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യണം. ഈ ഒരു ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്താൽ അതിൽ എന്തുണ്ട്, അതിൽ AM ഉണ്ട്. വെരി വെരി സൂപ്പർ ടെക്നിക്കാണ്, പക്ഷെ വെരി സിമ്പിളാണ്. അതായത് ഈ പറയുന്ന ഫ്രീക്വൻസി വളരെ സ്പെസിഫിക് ആണ്. ഈ ഫ്രീക്വൻസിയെ മാത്രം നമ്മൾ ട്യൂൺ ചെയ്താൽ മതി, വേറെ നമ്മളൊന്നും ട്യൂൺ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ മാത്രം, ഈ 455 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈ ഫ്രീക്വൻസി, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, 455 kHz ഉള്ള സാധനം, അല്ലെങ്കിൽ അതേപോലത്തുള്ള ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസിയെ മാത്രം നമ്മളിവിടെ ട്യൂൺ ചെയ്തെടുത്താൽ മതി. അതിനെ ട്യൂൺ ചെയ്ത് നേരെ ഒരു ഡയോഡിലേക്ക്, ഇല്ലേ, ഇതൊരു ഡയോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എ റെക്ടിഫയർ. നമ്മളിത് റെക്ടിഫയറിൻ്റെ പിന്നെ ഇതൊന്ന് ഓർത്ത് വെക്കുക, ഒരു സർക്യൂട്ട് ഒന്ന് ഓർത്ത് വെക്കുക. സോ ദിസ് ലൈക്ക് ആൻ ഹാഫ് വേവ് റെക്ടിഫയർ. നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ഒരു പകുതി വേവ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, സോ യു ഹാവ് എൻ ഹാഫ് വേവ് റെക്ടിഫയർ, and then you have couple of filters so that the additional noise is not there. And so എന്തെങ്കിലുമൊക്കെ അഡീഷണൽ നോയ്സ് ഉണ്ടെങ്കിൽ അത് ഫിൽറ്റേഴ്സ് കട്ട് ഓഫ് ചെയ്തോളൂ, നേരെ നമ്മൾ ലോഡ് റെസിസ്റ്റർ വഴി നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. സോ ഇവിടെ you will get an envelope only, and this envelope represents our audio signal. See how beautiful you can recreate the audio signal. So ഈ ഹൈ ഫ്രീക്വൻസിയുടെ പുറത്ത് യാത്ര ചെയ്തിരുന്ന ഓഡിയോ ഫ്രീക്വൻസിനെ, ദിസ് ഈസ് ഓഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ സിഗ്നലിനെ
വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്കൊരു ഡയോഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് ദിസ് സർക്യൂട്ട് ഈസ് നോൺ ആസ് എൻവലപ്പ് ഡിറ്റക്ടർ, അതായത് എൻവലപ്പിനെ മാത്രം ഡിറ്റക്ട് ചെയ്യുന്ന സർക്യൂട്ട്. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ AM ഡിമോഡുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ നമ്മൾ തിരിച്ച് റിക്രിയേറ്റ്. സോ ഇതാണ് റേഡിയോയിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി. നമ്മൾ ഒരു സിമ്പിൾ ഒരു ഡയോഡ്, അത് സ്പെസിഫിക് ഡയോഡാണ്. നമ്മൾ സാധാരണ ലാബിൽ നമ്മൾ ക്യാരക്ടറൈസേഷനും അല്ലെങ്കിൽ റെക്ടിഫയറൊക്കെ ചെയ്ത ഡയോഡല്ല. ദാറ്റ് ഈസ് 1N4007 അല്ല. വി യൂസ് ഡയോഡ്സ് ലൈക്ക് OA79, അതേപോലത്തെ BF സീരീസ്, അതേപോലത്തെ ഡയോഡ്സാണ് നമ്മൾ, അതായത് സ്പെസിഫിക്കലി നോയ്സ് ഇല്ലാത്ത ഡയോഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുക ഫോർ ദിസ് സ്പെസിഫിക് പർപ്പസ്. സോ മെയിനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡ്സാണ്, എൻ്റെ ഓർമ്മയിലുള്ള ഡയോഡൊക്കെയാണ് OA79. ഓക്കെ, സോ ഇങ്ങനത്തെ സ്പെസിഫിക് കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ബ്രീഫ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്, അത് എങ്ങനെയാണ്, പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഇൻഡെക്സ്, മോഡുലേഷൻ ഇൻഡെക്സ്, എത്രത്തോളം മോഡുലേഷൻ വന്നാലാണ് നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ അത് കണ്ടു. ദെൻ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കണ്ടു. Then how an amplitude modulation signal is generated and how the same is decoded. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കണ്ടത്. Okay, so we will move on with the other modules. Okay, fine.